നമസ്കാരം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. കാരണം തീർച്ചയായിട്ടും എന്ന് പറയുന്ന ഈ ഒരു വാക്ക് ഒരിക്കലും എനിക്ക് എടുത്തു കളയാൻ പറ്റില്ല. കാരണം തീർച്ചയായിട്ടും ഒരു കാര്യം പറയാം. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാദ വിഷയമായ ആസിഫ് അലി പ്ലസ് രമേശ് നാരായൺ, തീർച്ചയായിട്ടും അവർ തമ്മിലുള്ള ഒരു വിവാദ വിഷയം, അതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. കാരണം ആ ഒരു വിവാദത്തിന്റെ ഒരു തീ കെട്ടടങ്ങി എന്നുള്ളതാണ്. കാരണം ആ ഒരു വീഡിയോ വീണ്ടും ഞാൻ എടുത്തിട്ടപ്പോൾ ഒത്തിരി ആളുകൾ വന്ന് എന്നെ ആക്രമിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു പ്രശ്നം കഴിഞ്ഞതല്ലേ, വീണ്ടും എന്തിനാണ് കുത്തിപ്പൊക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അത് ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം, എന്റെ ഒരു സുഹൃത്ത് യൂട്യൂബിൽ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ കണ്ട് ശരിക്കും ആസ്വദിച്ചു. ശരിക്കും പറഞ്ഞാല് ഒരാളെ കൊല്ലുന്നത് കണ്ടിട്ട് നോക്കി, ഒരാളെ കൊല്ലുന്നത് കണ്ടിട്ട് നോക്കിയിരുന്ന് ആസ്വദിച്ചെന്നല്ല പറയണം. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ആസ്വദിക്കാൻ തോന്നി. കാരണം അദ്ദേഹം പറയാണ്, ഈ ആസിഫ് അലി എന്ന് പറയുന്ന ആ ഒരു മാന്യനായ ആക്ടർ തീർച്ചയായിട്ടും ഈ പറയുന്ന രമേശ് നാരായൺ എന്ന് പറയുന്ന ആ ഒരു വലിയ മ്യൂസിക് ഡയറക്ടർക്ക്, മ്യൂസിഷ്യന്, സംഗീതജ്ഞന് നൽകിയത് വലിയൊരു ഉപഹാരമാണ്. ആ ഒരു ഉപഹാരം വാങ്ങിയതിന് ശേഷം ശരിക്കും ഒരു ജൂനിയർ മാൻഡ്രേക്ക് കയ്യിലെത്തിയതുപോലെയാണ് അദ്ദേഹത്തിന് ഇത്രയും ദിവസങ്ങൾ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായത്. കാരണം ആദ്യം അദ്ദേഹം ആ ഒരു ഉപഹാരം കൊടുത്തപ്പോൾ റിജക്ട് ചെയ്തിട്ട് വേറൊരു വ്യക്തിയെ കൊണ്ട് വീണ്ടും കയ്യിലേക്ക് സ്വീകരിച്ചു. അപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണ്? ഒത്തിരി നെഗറ്റീവ്സ് ആണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം ഓപ്പോസിറ്റുള്ള ഉപഹാരം തന്ന ആ ഒരു വ്യക്തിക്ക് മാനസികമായിട്ട് ഒത്തിരി പിരിമുറുക്കം ഉണ്ടായിട്ടും അദ്ദേഹം വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നല്ല വ്യക്തിത്വത്തോടു കൂടി ചിരിച്ചു നിന്നാണ് ഈ പറയുന്ന രമേശ് നാരായൺ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി വീണ്ടും പുകഴ്ത്തി പറഞ്ഞത്, അദ്ദേഹത്തിനെ ബഹുമാനിച്ച് സംസാരിച്ചത്. എല്ലാവരും നമ്മൾ മീഡിയ വഴി കണ്ടതാണ്, ഒത്തിരി വീഡിയോസ് കണ്ടാണ്. ആസിഫ് അലിയുടെ കണ്ണുകളിൽ നിന്നും അടർന്നു വീഴുന്ന കണ്ണുനീരിന്റെ ഒരു വാല്യൂ ഉണ്ട്. അതൊരിക്കലും നമ്മൾ ഓരോരുത്തരും കണ്ടില്ലെന്ന് നടിക്കരുത്. ഈ പറയുന്ന രമേശ് നാരായണനെ കുറിച്ച് ഓരോ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ അതിന് താഴെ വന്നിട്ട് എന്നെ ഒത്തിരി ആളുകൾ ചീത്ത പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാനും ഒരു കലാകാരനാണ്, ഞാനും സിനിമയെ പ്രണയിക്കുന്ന ആളാണ്. എനിക്കും അതുപോലൊരു വേദി വരാം. അങ്ങനെ ഒരു വേദിയിൽ എന്നെയും അതുപോലെ ചെയ്താൽ എന്തായിരിക്കും എന്നുള്ളതിനുള്ള പ്രതികരണമാണ് ഞാനും വന്ന് അന്ന് ചെയ്തത്. അല്ലാതെ ഈ ഒരു മഹാനായ ആ ഒരു സംഗീതജ്ഞനെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടില്ല എന്ന് ഇപ്പോഴും പറയുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒത്തിരി നല്ല ഗാനങ്ങൾ എന്റെ ഹൃദയത്തിൽ ഞാനിപ്പോൾ ചേർത്ത് വെച്ചിട്ടുണ്ട്, ഇപ്പോഴും അപ്പോഴും എപ്പോഴും. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ ഒരിക്കലും അധിക്ഷേപിച്ചിട്ടില്ല. പക്ഷെ ആ ഒരു അദ്ദേഹത്തിനെ പോലെ തന്നെ ഒരു വളർന്നു വരുന്ന ഒരു കലാകാരനല്ല, ഒത്തിരി സിനിമകളിൽ ആക്ടറായ ആ ഒരു നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമ എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ആ ഒരു ആക്ടറെ അധിക്ഷേപിച്ചു എന്നുള്ള ഒരു വീഡിയോന് പകരമായിട്ടാണ് നമ്മൾ വീണ്ടും വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്, ഈ പറയുന്ന ആസിഫ് അലി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഉപഹാരം കൊടുത്തതിന് ശേഷം ലോകം മലയാളികൾ ഈ പറയുന്ന രമേശ് നാരായണ ഒത്തിരി ഉപഹാരം കൊടുത്തു. വളരെ മോശവത്തായ രീതിയിലുള്ള ഉപഹാരമാണ് എന്നുള്ളതാണ് ആ ഒരു ഉപഹാരത്തിന്റെ പ്രത്യേകത. ശരിക്കും അദ്ദേഹത്തിന് പറ്റിയത് വലിയൊരു അബദ്ധമാണ്. കാരണം ഇത്രയധികം മാധ്യമങ്ങളുള്ള ഒരു വേദിയിൽ, പൊതുവേദിയിൽ കോടാനുകോടി മലയാളികളും സിനിമയെ പ്രണയിക്കുന്ന ഒത്തിരി പ്രേക്ഷകരും കണ്ടു നിൽക്കുന്ന ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുമുണ്ടായ ഒരു വലിയൊരു പിഴവ്, അതാണ് അദ്ദേഹത്തിന് ആ ഒരു നിമിഷം മുതൽ ഈ ഒരു നിമിഷം വരെ മാത്രമല്ല, ഇനി ഒത്തിരി കാലങ്ങൾ ഈ കഴിഞ്ഞുപോയ ഈ ഒരു വിവാദം ഒട്ടും കെടാതെ തന്നെ നിൽക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഏതൊരു പൊതുവേദിയിലും ഉപഹാരം നൽകാൻ വരുന്നത് ഏതൊരു വ്യക്തിയുമായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ കഴിവിനെയോ അദ്ദേഹത്തിന്റെ വളർച്ചയെയോ അളന്നിട്ടാവരുത് ഒരു ഉപഹാരവും മനസ്സുകൊണ്ട് ഹൃദയത്തിൽ ചേർത്ത് ഉപഹാരം സ്വീകരിക്കേണ്ടത് എന്നുള്ള ഒരു കാര്യം ഒരു വലിയൊരു പാഠാണ് ഈ പറയുന്ന ഒരു വിവാദത്തിലൂടെ ലോകം മലയാളികൾക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ലോകത്തുള്ള എല്ലാ സിനിമാ പ്രേമികൾക്കും ലഭിച്ചൊരു നല്ലൊരു മെസ്സേജ്. തീർച്ചയായിട്ടും ആ ഒരു മെസ്സേജിന് ഭാഗമാവാൻ സാധിച്ച ആ ഒരു ആസിഫ് അലി സാറിനെ, അല്ലെങ്കിൽ ആസിഫ് അലി എന്ന് പറയുന്ന ആ ഒരു നല്ലൊരു വ്യക്തിത്വത്തിന് ബിഗ് സല്യൂട്ട്.